ഹരികുമാർ സാർ, നമസ്കാരം. നമസ്തേ. മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ആ കണ്ടില്ല എന്ന് നടിക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷം വലിയ നാള് മണിപ്പൂരിനെ വലിയ പ്രശ്നത്തിലാക്കിയതാണ്. നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ഏതാണ്ട് 1000-ഓളം വരുന്ന ആളുകളാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. നിലവിലിപ്പം നടക്കുന്ന സംഘർഷം കുക്കികളും മെയ്ത്തികളും തമ്മിലല്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അത് കുക്കികളും നാഗകളും തമ്മിലാണ്. കാരണം പേരും ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഒരു പാസ്റ്ററിൻ്റെ ശരീരം വികൃതമാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് മണിപ്പൂരിൽ നിന്ന് വരുന്നത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നില്ല പല മാധ്യമങ്ങളിലും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഇപ്പം നിലവിൽ ഈ സംഘർഷം ഉണ്ടാകാനിടയായ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് യാതൊരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കാത്തത്? മണിപ്പൂർ വീണ്ടും കലാപഭൂമി ആയിരിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം അതിന്റെ അലയൊലികൾ കേരളത്തിലെങ്ങും ഒരിടത്തും മുഴങ്ങുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും മിണ്ടുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം ഇപ്പോഴത്തെ മണിപ്പൂർ കലാപം ക്രിസ്ത്യാനികളായിട്ടുള്ള കുക്കികളും ക്രിസ്ത്യാനികളായിട്ടുള്ള നാഗന്മാരും തമ്മിലാണ്. അപ്പോ രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളാണ്. മാത്രമല്ല രണ്ടു കൂട്ടരും ഒരേ പള്ളിയിൽപ്പെടുന്നവരാണ്. ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് ഈ രണ്ട് ഗോത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. അമേരിക്കയാണ് ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ കേന്ദ്രം. ബാപ്റ്റിസ്റ്റ് ചർച്ച് അങ്ങനെ ഒരു കത്തോലിക്ക സഭ പോലൊരു കേന്ദ്രീകൃത സംഘടനയൊന്നുമല്ല. അതിങ്ങനെ പലയിടത്തും പല ചെതറിക്കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിനും ഓരോ നേതാക്കന്മാരുണ്ട്. പക്ഷെ എങ്കിലും അമേരിക്കയാണ് അവരുടെ ആ ഒരു പൈസയും മറ്റു രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഒക്കെ വഴി ആയുധങ്ങളും എല്ലാം കിട്ടുന്ന അമേരിക്കയിൽ നിന്ന്. അപ്പോ ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഇതിനു മുമ്പ് ഹിന്ദുക്കളായിട്ടുള്ള മെയ്ത്തികളും അതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ള കുക്കികളും തമ്മിലുള്ള കലാപത്തിൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. അത് വർഗീയ കലാപമായിട്ട് ചിത്രീകരിച്ചു. പക്ഷെ ഇപ്പൊ ആരും മിണ്ടുന്നില്ല. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കാൻ ഒരു മനുഷ്യരും ഇല്ല. അവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അതൊക്കെ ചുമ്മാതെ പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കമന്റ് ഇടാൻ ഇപ്പൊ ആൾക്കാർ വരും. അപ്പം ഇങ്ങനെ ഒരു സംഘടിത വിഭാഗം, അതായത് തികഞ്ഞ വർഗീയവാദികളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഇത്തരം സംഘർഷങ്ങൾക്കൊക്കെ പുറത്തു നിന്നുകൊണ്ട് അടിയട അങ്ങോട്ട് കുത്ത് ഇങ്ങോട്ട് കുത്ത് എന്ന് ഗ്രൗണ്ടിന് വെളിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ് ഇത്തരം സംഘർഷങ്ങൾ ഇളക്കി വിടുന്നത്. അതിൽ മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്, ഒരു മാസം മുമ്പ് 10 നാഗന്മാരെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം 14ഓളം കുക്കികളെ നാഗന്മാരും തട്ടിക്കൊണ്ടുപോയി. ഈ നാഗന്മാര് തട്ടിക്കൊണ്ടുപോയ കുക്കികളെ നാഗന്മാര് വിട്ടു. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മധ്യസ്ഥതയിലാണ് അത് വിട്ടത്. പക്ഷേ കുക്കികൾ തട്ടിക്കൊണ്ടുപോയ നാഗന്മാരെ മോചിപ്പിച്ചതിന്റെ അടുത്ത ദിവസമാണ് അറിയുന്നത് കുക്കികൾ തട്ടിക്കൊണ്ടുപോയ നാഗന്മാരിലെ 6 പേരുടെ മൃതശരീരം കാണപ്പെട്ടു. അതിൽ 2 പേര് പാസ്റ്റർമാരാണ്. ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ പള്ളിയിൽ അച്ഛന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പാസ്റ്റർ എന്നാണ് അവരെ പറയുന്നത്. ഇപ്പൊ പെന്തക്കോസ്ത് സഭ പോലാണ്. അപ്പോ അവരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട പാസ്റ്റർമാരുടെ മൃതശരീരത്തോട് അങ്ങേയറ്റം ക്രൂരമായ രീതിയിലാണ് കുക്കി തീവ്രവാദി എന്ന് ഞാൻ അല്ല പറയുന്നത്, നാഗന്മാരാണ് പറയുന്നത് അവരെ തീവ്രവാദികൾ. അപ്പൊ കുക്കി തീവ്രവാദികള് ഈ നാഗൻ പാസ്റ്റർമാരുടെ, ബാപ്റ്റിസ്റ്റ് ചർച്ച് പാസ്റ്റർമാരുടെ ശവശരീരത്തെ വരെ വെറുതെ വിട്ടില്ല. അത് എന്തൊക്കെ ചെയ്തു എന്ന് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അത് സഭ്യേതരമായതുകൊണ്ട് നമുക്ക് അതിവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അത്ര ക്രൂരമായിട്ടാണ് ഈ പാസ്റ്റർമാരെ കൊന്നതും അവരുടെ മൃതശരീരങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ടു, അംഗഭംഗം വരുത്തപ്പെട്ടു. ഏതൊക്കെ ഭാഗമാ മുറിച്ച് മാറ്റിയെന്ന് ഞാനിപ്പോ പറയുന്നില്ല. അപ്പോ അത്തരം അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഒരേ വിശ്വാസികളായ 2 ഗോത്രക്കാര് തമ്മിൽ നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ കലാപമൊന്നുമല്ല. മണിപ്പൂരിൽ നടക്കുന്നത് വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം. ആ ഗോത്ര ഐഡന്റിറ്റി അവരുടെ മനസ്സിനുള്ളിലുണ്ട്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം.
അവരൊക്കെ തന്നെ ഗോത്രത്തിന്റെ കാര്യം വരുമ്പോൾ സംഭവം മാറി. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ അതിശയമായി. ഇപ്പൊ കേരളത്തിലെ ഹിന്ദു മുസ്ലിം സംഘർഷം പോലും ഇത്രയധികം രൂക്ഷമൊന്നും ആവത്തില്ല. ഇതങ്ങനെയല്ല. അവര് ഇപ്പം കുക്കികള് നാഗന്മാരെ കണ്ടാൽ തന്നെ അവിടുന്ന് മാറിക്കളയും. നാഗന്മാർക്ക് കുക്കികളെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. ഈ പിന്നെ ഗാരോകൾക്ക് മെയ്ത്തികളെ കാണുന്നത് ഇഷ്ടമല്ല, മെയ്ത്തികൾക്ക് ഇതിനെ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല. ഇനി വേറെ പിന്നെ എന്താണ്, അങ്ങനെ ഖാസികൾക്ക് ഗാരോകളെ കാണുന്നത് ഇഷ്ടമല്ല. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇവരാരും തന്നെ വിഘടനവാദമൊന്നും ഇപ്പോൾ ഉയർത്തുന്നില്ല. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കാശ്മീരിലൊന്നും ചെയ്തതുപോലെ അതിശക്തവും ആയ അടിച്ചമർത്തൽ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. വിഘടനവാദമൊന്നും ഇവർ ഉയർത്തുന്നില്ല. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ വെട്ടിക്കൊല്ലും. ഇത് ഇവരുടെ പണ്ടേ ചരിത്രപരമായ ഒരു സവിശേഷതയാണ്. ഈ നാഗന്മാരും കുക്കികളും ഒക്കെ അവരുടെ ഒരു പഴയ കാലത്തെ അവരുടെ ഒരു വിനോദം, അവരുടെ ഈ മറ്റൊരു ഗോത്രക്കാരന്റെ തല വെട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഹെഡ് ഹണ്ടിങ് എന്ന് പറയും. തല വെട്ടിക്കൊണ്ട് വന്ന് സ്വന്തം വീട്ടിന്റെ അവിടെ ആദ്യം വെളിയില് ഒരു കുന്തത്തെ കുത്തി നിർത്തിയിട്ട് ഈ വെയിലൊക്കെ അടിച്ചിട്ട് ഈ തല ഉണങ്ങി കഴിയുമ്പോൾ അത് വീട്ടിലെടുത്ത് ഈ എന്താണ്, നമ്മൾ ഈ ഉണക്കമീനും ഉണക്ക ഇറച്ചിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഈ തല ഇങ്ങനെ വെക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ തലയുള്ള ആളാണ് ഏറ്റവും വലിയ വീരൻ. അത്രയും തല, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു 100 തല ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. കാരണം നിങ്ങളൊരു വീരനാണ്. അപ്പോ ഈ തലവെട്ട് വീരന്മാരാണ് ഇവര്. അപ്പൊ ഇതിൽ പോലും മതം കണ്ടെത്തിയ കേരളത്തിലെ ആൾക്കാരുണ്ടല്ലോ. കേരളത്തിലെ പിന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇവര് ഹിന്ദുക്കളായ മേത്തികളും ക്രിസ്ത്യാനികളായ കുക്കികളും തമ്മിൽ സംഘർഷം ഉണ്ടായാൽ അത് വർഗീയ കലാപമാണ്. ക്രിസ്ത്യാനികളായ കുക്കികളും ക്രിസ്ത്യാനികളായ പിന്നെ നാഗന്മാരും തമ്മിൽ കലാപം ഉണ്ടാകുന്നു. പള്ളിയിലച്ചന്മാരെ വെട്ടിക്കൊല്ലുന്നു, പള്ളികളെ തീവച്ച് നശിപ്പിക്കുന്നു. നിരവധി പള്ളികളാണ് അവര് തകർത്തത്. അതൊക്കെ അവിടെ സാധാരണയാണ്. കുക്കിപ്പള്ളി നാഗന്മാര് അടിച്ചു തകർക്കും, നാഗപ്പള്ളി കുക്കികളും തകർക്കും. അപ്പൊ അതിൽ വർഗീയതയില്ല, അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എത്ര കൗശലപൂർവ്വമാണ് ഇത്തരം വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഒരു മാധ്യമങ്ങൾക്ക് ഈ സത്യത്തെ ഇങ്ങനെ മൂടി വെക്കാൻ സാധിക്കും? ഇത്രയധികം സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇതൊന്നും ഞാൻ അതായത് ഈ സംഘർഷത്തിനെ കുറിച്ച് യുണൈറ്റഡ് നാഗ കൗൺസില് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വലിയൊരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കുക്കി നാഷണൽ ഫ്രണ്ട് ആണ് ഇപ്പോഴത്തെ ഈ എല്ലാ കലാപങ്ങൾക്കും പിന്നിലുള്ളതെന്നാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊക്കെ മേത്തികളെയാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇത് ക്രിസ്ത്യാനികളായിട്ടുള്ള നാഗന്മാര്, ബാപ്റ്റിസ്റ്റ് പള്ളിക്കാർ തന്നെ പറയുന്നത് ഈ കുക്കി നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് മണിപ്പൂരിലെ എല്ലാ പ്രശ്നത്തിനും കാരണമെന്നാണ്. മാത്രമല്ല, കുക്കി നാഷണൽ ഫ്രണ്ടിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഒരു മെമ്മോറാണ്ടത്തിൽ അവര് അമിത്ഷായോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നാഗന്മാരുടെ വേറൊരു ആവശ്യം, ഈ കേന്ദ്ര സർക്കാർ ഈ അടുത്ത സമയത്ത് 25 കുക്കി സംഘടനകൾ, കുക്കി സോമി എന്നാണ്, ഗ്രൂപ്പ് എന്നാണ് അവർ പറയുന്നത്, സോമി. അപ്പോ ആ സംഘടന 25 സംഘടനകളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ട്. അവരെ വെടിവെക്കത്തില്ലെന്നും അവരെ നിയമത്തിന്റെ വഴിയിലൂടെ മിതമായ രീതിയിൽ ബലപ്രയോഗം മാത്രമേ നടത്തത്തുള്ളൂന്നും അങ്ങനെയൊക്കെയുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ ഉറപ്പ് പിൻവലിക്കണമെന്നാണ് നാഗ കൗൺസിൽ, അതായത് യുണൈറ്റഡ് നാഗ കൗൺസിൽ. യുണൈറ്റഡ് നാഗ കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാ നാഗ സംഘടനകളുടെയും അപ്പെക്സ് ബോഡിയാണ്. അതായത് നിരവധി നാഗ ഗ്രൂപ്പുകളുണ്ട്. ആ എല്ലാ നാഗ ഗ്രൂപ്പുകളുടെയും കേന്ദ്ര സംഘടനയാണ് യുണൈറ്റഡ് നാഗ കൗൺസിൽ. അവരുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ചേർന്ന് ഒപ്പിട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇനി തിരിച്ച് ഈ കുക്കികൾ പറയുന്നത് എന്താണെന്ന് അറിയാം. ഈ നാഗന്മാരാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത്. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, നാഗലിം എന്നാണ് അതിന് അവിടുത്തെ ഭാഷയിൽ പറയുന്നത്. അപ്പൊ NSCN-ന്റെ ഐസക് മുയ്യ വിഭാഗവും അതുപോലെ സെലിൻഗ്രോങ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന നാഗന്മാരുടെ മറ്റൊരു തീവ്രവാദ സംഘടനയാണ്. അവർ രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. അവരെ തീവ്രവാദ സംഘടനകളായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ എന്താണ് ഈ മണിപ്പൂരിൽ നടക്കുന്നത്?
മണിപ്പൂരി നടക്കുന്ന ഇവിടെ കേരളത്തിലെ ഈ ഈ വിഷയത്തിൽ വർഗീയ സംഘർഷമാണെന്നും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു പറഞ്ഞിട്ട് കണ്ണുനീരൊഴിക്കുകയും വെള്ളം വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സഭകൾ ഉൾപ്പെടെ ഉള്ളവര്, അവർക്ക് പോയിട്ട് അവിടെ സമാധാനം ഒന്ന് സ്ഥാപിച്ചുകൂടെ? എല്ലാം ക്രിസ്ത്യാനികളല്ലേ, എല്ലാം കുഞ്ഞാടുകളല്ലേ? എന്നാ പോയിട്ട് അവിടെ പോയിട്ട് ഈ തമ്മിൽ തല്ലുന്ന ആൾക്കാർ തമ്മിൽ ഒരു സമാധാനം ഒന്ന് സ്ഥാപിച്ചുകൂടെ? അതെന്താ പറ്റാത്തത്? അപ്പോ ഇതൊന്നും വർഗീയ സംഘർഷങ്ങളല്ല. ഇത് നമ്മൾ മണിപ്പൂരിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം അവിടെ സംഘർഷം നടന്നിരുന്നത് നാഗന്മാരും കുക്കികളും തമ്മിലാണ്. 1950 തൊട്ട് തുടങ്ങിയതാണ്. ഈ മണിപ്പൂരിന്റെ വടക്കൻ കുന്നിൻ പ്രദേശങ്ങളിൽ നാഗന്മാരും തെക്കൻ കുന്നിൻ പ്രദേശത്ത് ഈ കുക്കികളും. കുക്കികള് പതുക്കെ മ്യാൻമാറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയിട്ട് അവര് പതുക്കെ വടക്കോട്ട് ചെല്ലുക. വടക്കോട്ട് ചെല്ലുമ്പോൾ നാഗന്മാർക്ക് ഗ്രേറ്റർ നാഗാലാൻഡ് വേണം. ഈ മണിപ്പൂരിലെ കുന്നുകൾ ഉൾപ്പെടെ അവരുടെ നാഗാലാൻഡിന്റെ ഭാഗമാക്കണം. കുക്കികൾക്ക് അത് ഇഷ്ടമല്ല, മെയ്ത്തികൾക്കും ഇഷ്ടമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് 1950 തൊട്ട് തുടങ്ങിയ കലാപം 60 അത് മൂർച്ഛിച്ചു. 1992 മുതൽ 97 വരെ നടന്ന അതിഭീകര കലാപത്തിൽ ഏതാണ്ട് 1500ഓളം ആൾക്കാര് ഇരു ഗോത്രങ്ങളിൽ നിന്നുമായിട്ട് കൊല്ലപ്പെട്ടു. 1.5 ലക്ഷത്തോളം ആൾക്കാര് വീട് വിട്ട് ഓടേണ്ടത്. ആയിരക്കണക്കിന് വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, തീവച്ചു നശിപ്പിക്കപ്പെട്ടു. സ്വത്തും അതുപോലെ തന്നെ മനുഷ്യന്റെ മറ്റ് വസ്തുവകകളും ഒക്കെ തന്നെ ഇല്ലാതാക്കപ്പെട്ടു. ഇതൊന്നും വർഗീയ കലാപമല്ല, ഇതൊക്കെ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഇതൊക്കെ പാവപ്പെട്ട മലയാളികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ട്, സ്ഥാപിത വർഗീയ താല്പര്യങ്ങളോട് കൂടിയിട്ട് മതസംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തി സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞ ഇത്തരക്കാരൊക്കെ മനുഷ്യ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു അപരാധം. പല മലയാളികളുടെ മനസ്സിൽ മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും. മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പത്രങ്ങൾ എടുത്ത് എല്ലാവരും ഒന്ന് വായിച്ചാൽ മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങളുടെ പിന്നിലെ ചരിത്രവും വസ്തുതകളും എല്ലാം നമുക്ക് വ്യക്തമാകും. ഇതിനെ വർഗീയ സംഘർഷമായിട്ട് വഴിതിരിച്ചു വിടാതെ വസ്തുതകളായിട്ട് കണ്ട് കർശനമായ നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് നീതിബോധമുള്ള എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ അതികർശനമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ മാവോയിസ്റ്റുകളെ അടിച്ചമർത്തിയ, ഇന്ത്യയുടെ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ തന്നെ മാവോയിസ്റ്റുകളെ തകർത്ത് കളഞ്ഞ കോബ്ര എന്ന കമാൻഡോ വിഭാഗത്തെ ഇപ്പോ 2 ദിവസം മുമ്പ് മണിപ്പൂരിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവരെ മണിപ്പൂരിലെ വിവിധ ജില്ലകളിലായിട്ട് വിന്യസിക്കും. ഇനി ഭീകരതയ്ക്കും അതുപോലെ ഇത്തരം കലാപങ്ങൾക്കും ഗോത്ര സംഘർഷങ്ങൾക്കുമെതിരെ വലിയ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന ഒരു സൂചനയാണത്. വരും ദിവസങ്ങളിൽ എന്തായാലും ശരി കോബ്ര എലീറ്റ് കമാൻഡോസിനെ ഈ അക്രമികളെ തുരത്താനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അമേരിക്കൻ ചാരന്മാരെ ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ വിഷയത്തിനുമൊക്കെ അതിശക്തമായ നടപടികൾ എടുത്ത് അമേരിക്കയുടെ ഇവിടുത്തെ ഇടപെടലും, അമേരിക്കയാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കുന്നത്. അവർ ക്രിസ്ത്യാനികളെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും ശരി ഇന്ത്യയെ വിഭജിച്ചാൽ മതി, ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ മൂക്ക് മുറച്ചും ശകുനം മുടക്കിയാൽ മതി. അതായത് കൊല്ലപ്പെടുന്നത് സ്വന്തം സഭക്കാരാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ആ ചിന്തയില്ല. അമേരിക്കയാണ് ഇതിന്റെ എല്ലാം പിന്നില്. അമേരിക്കക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി എടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനായിട്ടും ഈ ഗോത്ര സംഘർഷങ്ങളെ ഈ പ്രാചീന കാലത്ത് നിന്ന് ഇവരെ സംസ്കാര സമ്പന്നരായ ആധുനിക യുഗത്തിലേക്ക് കൊണ്ടുവരാനും ഒരുമിച്ച് ശ്രമിക്കാം. അല്ലാതെ ഇതിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് കേരളത്തിൽ മുതലെടുക്കാൻ നടത്തുന്ന ശ്രമത്തെ നമുക്ക് പുച്ഛിച്ചു തള്ളുകയും യുവമാരെയൊക്കെ ആട്ടി ഓടിച്ച് നമ്മുടെ പരിസരത്തിന് പുറത്തു നിർത്തുകയും ചെയ്യേണ്ട വിഭാഗക്കാരാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നമസ്കാരം.